ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ്. അപ്പോൾ കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുനാഫ ഡോ വേണം. അപ്പോൾ ഇതൊരു 250 ഗ്രാം കുനാഫ ഡോൻ്റെ അടുത്തുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ ഡോയിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉണ്ടാക്കാൻ വേണ്ടി അതിന് ലെയർ ഉണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി നമുക്കൊരു സോസ് പോലെ ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ്, അതായത് 1 പാക്കറ്റ് കവറും പാലും ഫുള്ളും നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നുണ്ട്. അതിൽ 1/4 കപ്പാണ് ഈ മിക്സിലോട്ട് എടുത്തേക്കുന്നത്. ബാക്കി 3/4 കപ്പ് നമുക്ക് തിളപ്പിക്കാനായിട്ട് വേണം. ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3/4 കപ്പ് പാല് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറൊക്കെ ഇപ്പോൾ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ക്രീം ചീസാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം ചീസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുനാഫ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്. ബട്ടർ ഇട്ടിട്ട് മോൾഡ് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. വേറെ ടൈപ്പുള്ള പാത്രത്തിൽ ഏത് മോൾഡിൽ വേണമെങ്കിലും നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ഈ മോൾഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നമ്മുടെ കുനാഫ ഡോ, ഇതൊരു പകുതി പോർഷൻ എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. ഈ സൈഡിൽ കുറച്ച് ഇങ്ങനെ പൊക്കത്തോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ സോസ് ഒഴിക്കുമ്പോൾ അതങ്ങനെ കവർ ചെയ്ത് പോകത്തില്ല. അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. സൈഡിലോട്ട് പോവാത്ത വിധം നമുക്ക് ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ആക്കി കൊടുക്കാം.
ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഈ ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ചീസാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കുനാഫ ഡോ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടാക്കാം. കുനാഫ ഡോ ആയാലും ക്രീം ചീസും എല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിലേക്കാണ് നമ്മൾ ഈ കുനാഫ മിക്സ് വെക്കുന്നത്. അപ്പോൾ ഇതൊരു 35 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ആദ്യം ഞാനൊരു 20 മിനിറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടേക്കുന്നത്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഏലക്ക ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കിത് എന്തുകൊണ്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂനട്ട്സ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പും ഒഴിച്ച് ഇത് ചൂടോടെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്.